കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ അവസരം കിട്ടുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവർ ഇപ്പോഴാണ് വോട്ടർ പട്ടികയിൽ പേര് കയറുന്നത്, ഇപ്പോഴാണ് അവർക്ക് പ്രായമായത് വോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അവർ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പൗരധർമ്മമാണ്, ഒരു ഉത്തരവാദിത്ത പൗരത്വത്തിൻ്റെ ലക്ഷണമാണ്. ഇന്ത്യൻ പൗരൻ ആണ്, എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഈ ജനാധിപത്യത്തിൽ ഞാനും കൂടി തീരുമാനിക്കുന്ന ആളാണ് എൻ്റെ പഞ്ചായത്തോ അല്ലെ എൻ്റെ കോർപ്പറേഷനോ ഭരിക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവിൽ തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം. അത് നമ്മൾ വോട്ടവകാശം വിനിയോഗിക്കണം. ഒരവകാശമാണ് എങ്കിൽ അവകാശത്തേക്കാൾ ഉപരി ഒരു ഉത്തരവാദിത്തമാണ് ഈ വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വോട്ടിൻ്റെ ദിവസം വോട്ട് ചെയ്യുക എന്നുള്ളത് ആദ്യമായിട്ട് ആയ എല്ലാവരും ഒരു കടമയായിട്ട് ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത് മത്സരിക്കാൻ പറ്റുമെങ്കിൽ മത്സരിക്കണം തീർച്ചയായിട്ടും. കാരണം അതൊരു നല്ല ലീഡർഷിപ്പിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ലുകൾ കൂട്ടുന്നതിനും മറ്റുള്ളവരോട് ഇടപഴകുന്നതിനും അവിടെ പല പല സ്കില്ലുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നെഗോഷിയേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, അങ്ങനെ കുറേ സ്കിൽസ് കൂട്ടുന്നതിന് ഒക്കെയുള്ള നല്ലൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകണം. അതെങ്ങനെ പങ്കാളിയാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മത്സരിക്കുന്നില്ലെങ്കിലും ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്ത് താമസിക്കുന്ന നിലയ്ക്ക് ഗ്രാമസഭകൾ കൂടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പങ്കെടുത്ത് നമ്മളുടെ ഭരണത്തിൽ പങ്കാളിയാകാം. അപ്പോൾ ഇതൊരു പങ്കാളിത്ത ഭരണമാണ് കോർപ്പറേഷനിലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ നടക്കുന്നത്. അപ്പം അതിൽ പങ്കാളിയാകാനുള്ള കുറേയധികം അവസരങ്ങൾ നമ്മൾ അവിടുത്തെ ഒരു കൗൺസിലറോ വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ മേയറോ ഒന്നും അല്ലെങ്കിലും നമുക്കുണ്ട്. ഗ്രാമസഭ എന്ന് പറയുന്ന, വാർഡ് കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ കൂടി. അപ്പോൾ അതുപോലെ നമുക്ക് അതിനുശേഷം എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമുക്കൊരു ഒപ്പ് ശേഖരണമൊക്കെ നടത്തി മേയർക്ക് നൽകാം, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകാം. കുറേയധികം ആളുകൾ ഒരു വിഷയം ഇങ്ങനെ ഒപ്പൊക്കെ ശേഖരിച്ച് നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റിനോ മേയർക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രശ്ന പരിഹാരങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതൊക്കെ പങ്കാളിത്ത ഭരണത്തിൽ ഉള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആവുകയും ചെയ്യും. ഇനി അടുത്ത ഒരു കാര്യം, ഈ പ്രചരണത്തിന് പറ്റുമെങ്കിൽ ഈ സ്ഥാനാർത്ഥികളുടെ കൂടെ പോവുക. അപ്പോൾ പ്രചരണത്തിന് സ്ഥാനാർത്ഥിയുടെ കൂടെ പോകുമ്പോഴത്തേക്കുമുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഡിവിഷനിൽ അല്ലെ വാർഡിൽ താമസിക്കുന്ന എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റും.